നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ മൂന്നാർ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ മൂന്നാറിലുള്ള കാണാനുള്ള സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു യാത്രയല്ലേ ഇത്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ചെറിയൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാറിൻ്റെ ഭയങ്കര സീനിക്കായിട്ടുള്ള സ്പോട്ടുകളിലോട്ട് ഇറങ്ങിയുള്ള എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ മൂന്നാറിലോട്ട് പോകുന്ന സമയത്ത് മൊത്തത്തിൽ മഴയായിരുന്നു. രാത്രി മുതൽ ഏകദേശം അടിമാലി എത്തുന്നത് വരെയും മഴയായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് പിന്നെ മഴയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഈ യാത്രയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ മൂന്നാർ പോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ റോഡ് നിർമ്മാണമാണ്. റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഭയങ്കര നാരോ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. സോ കുറച്ച് അപകടം പിടിച്ച ഒരു ഭാഗങ്ങളും കൂടെയാണ്. പല സ്ഥലങ്ങളിലും ജസ്റ്റ് ഈ കമ്പികളിൽ ജസ്റ്റ് കയറുകൾ കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിൽ നല്ല കുഴിയൊക്കെയാണ്. സോ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് സേഫായിട്ടൊക്കെ നോക്കി ഡ്രൈവ് ചെയ്ത് പോകാനുള്ളൊരു നമ്മൾ ഏകദേശം ഈ അടിമാലിയിലോട്ട് കയറി പോകുന്ന സമയത്ത് തന്നെ പല ഭാഗങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുമുതൽ അത്യാവശ്യം നല്ല നല്ല സീനിക്കായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സുകളൊക്കെ വന്നു തുടങ്ങും. തേയിലത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. സോ അതുമുതലേ നല്ല ഭംഗിയാണ് ഈ മൂന്നാർ കാണാൻ വേണ്ടിയിട്ട്. സോ പക്ഷെ നമ്മൾ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പല സമയങ്ങളിൽ നിന്ന് ഈ കോട, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മൂന്നാറുണ്ടല്ലോ, കോടയിലൊക്കെ കുളിച്ച് നിൽക്കുന്ന മൂന്നാർ, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. നല്ല വെയിലായിരുന്നു. പക്ഷേ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ചൂടില്ലാത്ത വെയിൽ, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇതിനേക്കാളും അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള പല സ്പോട്ടുകളും ഉണ്ട് ഈ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ച ടൈമാണ്, അതായത് ഒരു വീക്കെൻഡ് ടൈം. സോ വീക്കെൻഡ് ടൈം വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് വണ്ടികളെന്ന് പറയുമ്പോൾ മുഴുവൻ ടൂറിസ്റ്റ് ബസ്സുകളാണ്, വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ, അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ ഭാഗത്തൂടെ ഇപ്പോൾ പോകുന്നത് ഏകദേശം 9 മണി ആ ഒരു ടൈമൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അത് ആ സമയത്ത് ഇത്രേ തിരക്കേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മളൊരു 10-11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗമൊക്കെ ഭയങ്കര ബ്ലോക്കും നല്ല രീതിയിൽ വണ്ടിയും തിരക്കൊക്കെ ആയിരിക്കും വീക്കെൻഡ് ടൈമുകളിൽ. സോ നമ്മൾ മൂന്നാർ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു വീക്കെൻഡ് നോക്കി വരരുത്. നിങ്ങൾ വരേണ്ടത് ഒരു വർക്കിംഗ് ഡേ നോക്കി വരുന്നതായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് നല്ലത്. അതായത് നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്ന് മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ ഇങ്ങനെ കിടന്ന് അല്ലെങ്കിൽ അതിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ മൂന്നാർ എത്തുമ്പോഴേക്കും നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരു ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും. സോ നമ്മൾ കൂടുതലും മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാർ വരുന്നത്, അതായത് നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല വരുന്നത്, തമിഴ്നാട്ടുകാർ, അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ വലിയ വലിയ സംഘങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ മിക്കപ്പോഴും വരുന്നത് വീക്കെൻഡുകളിലായിരിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരിക്കും അവർ ഈ ഒരു പ്രദേശത്തോട്ട് വരുന്നത്. സോ നമ്മൾ അതിനു മുമ്പ് ഏകദേശം ഒരു ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നമ്മൾ ലീവൊക്കെ എടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ ഏറ്റവും പറ്റിയ ടൈമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണത്. അപ്പം മൂന്നാറിൽ അത്യാവശ്യം ഒരുപാട് കാഴ്ചകൾ അടങ്ങിയിരിക്കുന്ന ഒരു റൂട്ടാണിത്. ഇതുവഴി നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോകാം, വട്ടവട പോകാം, അതുപോലെ നമ്മൾ പോണ വഴിക്ക് മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് എക്കോ പോയിൻറ്റ്സ്, ഇതുപോലെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പോവാം. അതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ സീനിക്കായിട്ടുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റ്സ്, ഒരുപാട് തേയിലത്തോട്ടത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു തിരക്കില്ലാത്ത, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർക്കിംഗ് ഡേ ആണ് വരുന്നതെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് നമ്മളൊരു കോടയൊക്കെ ഉള്ളൊരു ദിവസമാണ്, തിരക്കില്ലാത്തൊരു ദിവസമൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ ഒതുക്കി നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് നേരം അവിടെ നിന്ന് കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ടൂ വീലറിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും, നമ്മളിപ്പോൾ ഒരു 4 വീലറിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. 2 വീലർ ആകുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാറിൻ്റെ ടോപ്പ് സ്റ്റേഷൻ മുതൽ അല്ലെങ്കിൽ വട്ടവട മറ്റ് കാഴ്ചകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന നമുക്ക് വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഡ്രൈവ് മാത്രമാണ്. അപ്പോൾ മൂന്നാറിൻ്റെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ